അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് കടന്നു വന്നിട്ടുള്ളത്, കടന്നു വരുന്നത്. ഈ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് സ്വലാത്ത് തന്നെയാണ്. വെള്ളിയാഴ്ച ദിനങ്ങളിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാകണം. കാരണം നമ്മുടെ സ്വലാത്തുകൾ നേരിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന അതിമഹത്തായ ഒരു ദിവസമാണ് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദിക്ർ, അതേപോലെ തന്നെ ഒരു സൂറത്തും ഒരു സ്വലാത്തും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് നിങ്ങൾ ചെയ്താൽ, ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്താൽ ഒറ്റ ആഴ്ചക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു മാർഗം, സമ്പത്തുണ്ടാക്കാനുള്ള ഒരു ഹലാലായ വഴി റബ്ബ് സുബ്ഹാനഹു വ തആല കാട്ടിത്തരും. അതേപോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു സാമ്പത്തികമായി കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് സമ്പത്തുണ്ടാക്കാൻ പണമുണ്ടാക്കാനുള്ള വഴി അല്ലാഹു തെളിയിച്ചു തരും. ഇത് നല്ല ഇഖ്ലാസോടെ ചെയ്യണം. പെട്ടെന്ന് ഫലിക്കുന്നത്, കൃത്യമായി നിസ്കരിക്കുന്നവർക്ക്, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നവർക്ക് അതിന്റെ റിസൾട്ട് പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റും. നല്ല ഈമാനോടെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ അനുഭവിക്കാൻ പറ്റും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മിസ്ബാഹുൽ ദലാം വബഹ്ജത്തുൽ അനാം ഫീ ശറഹി നൈലിൽ മറാം എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ബഅദ സ്വലാത്തിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് ശേഷം ഒരാൾ പറയുന്നു, സ്ത്രീയാണെങ്കിൽ അവരുടെ വീട്ടിൽ ളുഹർ നിസ്കാരത്തിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 100 തവണ പാരായണം ചെയ്യണം. വസല്ല അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 മുത്തായ തങ്ങളുടെ മേൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് 100 തവണ. അതേപോലെ തന്നെ ഈ 100 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഈ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക 70 മറ, 70 തവണ ഈ പ്രാർത്ഥനയൊന്ന് നടത്തണം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക എന്ന ദുആ 70 പ്രാവശ്യം. എന്നിട്ട് പറയുന്നു, ലം തമുറ ജുമുഅത്താനി ഹത്താ യുഗ്നിയഹു അല്ലാഹു തആല, അടുത്ത ജുമുഅ വിട്ടുകിടക്കുകയില്ല അദ്ദേഹത്തെ അല്ലാഹു തആല ഐശ്വര്യവാനാക്കിയിട്ടല്ലാതെ, അദ്ദേഹത്തിന് സാമ്പത്തികമായ സ്രോതസ്, മികവ്, അഭിവൃദ്ധി അല്ലാഹു കൊടുത്തിട്ടല്ലാതെ അടുത്ത ജുമുഅ വിട്ടുകിടക്കുകയില്ലെന്ന് നമുക്ക് കിതാബിൽ കാണാം. ഇത്രയും മഹത്വമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വരും, എനിക്ക് ദുനിയാവിൽ സമ്പത്തുണ്ടാകണമെന്ന ലക്ഷ്യത്തിൽ മാത്രം ചെയ്താൽ പോരാ, ദുനിയാവിൽ അതിന്റെ പ്രതിഫലം ലഭിക്കും, അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ലക്ഷ്യം ആഖിറമാണ്, പ്രധാനമായും അല്ലാഹുവിന്റെ തൃപ്തിയാണ്, അല്ലാഹുവിന്റെ പൊരുത്തമാണ്. അതേപോലെ തന്നെ ഈമാനോടുകൂടെ മരിക്കണം എന്ന ലക്ഷ്യത്തിലെല്ലാം ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.